Hello friends, welcome to channel 𝙑𝙠𝙗𝙬 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമുക്കൊരു ഓൺലൈൻ IDFC ബാങ്കിന്റെ ഓൺലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. ഈസിയാണ്. നമുക്കൊരു 2-3 ഡോക്യുമെന്റ്സ് മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അവരുടെ പ്രീമിയം ആയിട്ടുള്ള സിഗ്നേച്ചർ വിസ കാർഡ്സ് ശരിക്കും IDFCയുടെ പ്രീമിയം സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡിന് ഭയങ്കര ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്യാഷ് ബാക്കും വൗച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ആമസോണിൽ ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഡെബിറ്റ് കാർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിറച്ച് ഓഫേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഡീറ്റെയിൽസ് ഫുൾ നോക്കാം. ഫുൾ ഓൺലൈനാണ്. നമുക്ക് അവർ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യാനുള്ളൂ. ഞാൻ റീസെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കാർഡ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 1.5 ആഴ്ച മുമ്പ് വന്നു കാർഡ്. ഞാൻ പക്ഷേ വീഡിയോ KYC ചെയ്തില്ല. പക്ഷേ അവർ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് പോയി അത്രേ ഉള്ളൂ കാര്യം ചെയ്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ KYC തന്നെ ചെയ്യാം. ആധാർ ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം സ്റ്റെപ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ തന്നെ കഴിയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അങ്ങനെ ചെയ്തത്. ഞാൻ ആക്ച്വലി വീഡിയോ KYC ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പക്ഷേ ലിങ്ക്ഡൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരപ്പോൾ നമ്മുടെ അടുത്ത് ഫോം വിളിച്ചിട്ട് നമുക്കൊരു വിസിറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് സംഭവം ഒന്ന് കളക്ട് ചെയ്ത് പോയി. അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ ആമസോണിൻ്റെ സ്റ്റോർ തുടങ്ങിയിരുന്നു. ആമസോണിൻ്റെ സ്റ്റോർ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കുക. നമ്മുടെ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്തിൻ്റെ ഗാഡ്ജറ്റ്സിൻ്റെ ലിങ്ക്സും ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗൂഗിൾ ക്രോം തുറക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് IDFC അക്കൗണ്ട് ഓപ്പണിംഗ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും, ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും, ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് ഓൺലൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ ആധാർ നമ്പർ അല്ലെങ്കിൽ വിർച്വൽ ID നമ്പർ കൊടുക്കുക. OTP എടുക്കുക. പക്ഷേ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കും കേട്ടോ ആധാറായിട്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ ഒന്നുമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് ഓഫർ വരുന്നുണ്ടോ, മന്ത്ലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും നമ്മുടെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് തന്നെ. പിന്നെ ഗെറ്റ് അപ് ടു ₹3,000 വർത്ത് അഷ്യൂർഡ് വൗച്ചേഴ്സ് ഓൺ ഫേവറേറ്റ് ബാങ്ക്. നമുക്ക് ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ വൗച്ചേഴ്സ് നമുക്ക് ഇതിനൂടെ ഫ്രീ കിട്ടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പ്രൊസീജിയറായിട്ട് കറണ്ട് പോയി, എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പ്രൊസീജിയറായിട്ട് നമുക്ക് ഇതിൽ വെരിഫൈ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് യുവർ ഡീറ്റെയിൽസ് ആൻഡ് സെലക്ട് യുവർ പ്രൊഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പക്ഷേ നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് അല്ല കേട്ടോ. നമുക്കിതൊരു മിനിമം വരുന്നത് 10,000 ആണ്. 10,000 ആണ് മിനിമം വരുന്നത്. പിന്നെ വേറൊരു അക്കൗണ്ട് ഉള്ളത് 25,000 ആണ് വരുന്നത്. വീഡിയോ KYC അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം പ്രൊസീജിയർ ഫുൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പേജിൽ ഞാൻ ഇതിൻ്റെ ഫുൾ സംഭവം കാണിച്ചത്. ഇതാണ് നമ്മുടെ മെയിൻ പേജ് വരുന്നത്. നമുക്ക് 5% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന കൊടുത്തിട്ടുണ്ട്. മന്ത്ലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവും സേവിങ്സ് അക്കൗണ്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ വരുന്നുണ്ട്. അതുപോലെ പേപ്പർലെസ് ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. 6 lakh പർച്ചേസ് ലിമിറ്റ് നമുക്ക് കിട്ടും. അതുപോലെ 2 lakh ഡെയിലി ATM വിത്ഡ്രോവൽ നമുക്കുണ്ട്. അതുപോലെ ഫ്രീ ആൻഡ് അൺലിമിറ്റഡ് ATM വിത്ഡ്രോവൽ ഉണ്ട്. നമ്മുടെ ഹൈ എൻഡ് കാർഡിൻ്റെ കൂടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. മന്ത്ലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞതാണ്. 2 ടൈപ്സ് കാർഡാണ് വരുന്നത്. വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡും അതുപോലെ വിസ ക്ലാസിക് ഡെബിറ്റ് കാർഡാണ്. വിസ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്ലി മിനിമം ബാലൻസ് വരുന്നത് 25,000 രൂപയാണ്. അതുപോലെ വിസ ക്ലാസിക് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് മിനിമം ബാലൻസ് വരുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഞാൻ വിസ ക്ലാസിക് ഡെബിറ്റ് കാർഡ് എടുത്തിരിക്കുന്നത്. പക്ഷേ വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡിന് കുറച്ചുകൂടി ഓഫേഴ്സ് കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ട് ഓൾറെഡി വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് മന്ത്ലി ബാലൻസ് 25,000 വരും. 10% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അതുപോലെ കോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് വിസ സിഗ്നേച്ചർ കാർഡിനാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് സ്റ്റിമുലേറ്റ് എന്നൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും, നമുക്ക് എത്ര നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് 10,000 മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 407 രൂപയാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എലിജിബിലിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റായിരിക്കും. ഡോക്യുമെന്റ് വേണ്ടത് നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ ആധാർ കാർഡും പാൻ നമ്പറും മാത്രമേ വേണ്ടൂ. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർഡ് ആയിരിക്കണം ആധാറിൽ. ഫിസിക്കലാണെങ്കിൽ നമുക്ക് കുറേ പണി ഉണ്ടാകുന്ന വെച്ചാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാൻ കാർഡ് മാൻഡേറ്ററി ആണ്, ആധാർ കാർഡ് പാസ് അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഫോം ഫില്ല് തുറക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഫീസ് സ്ട്രക്ചർ വരുന്നത് നമുക്കിപ്പോൾ 25,000 ആണ് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാർഡിൻ്റെ മന്ത്ലി ബാലൻസ് വരുന്നത് 25,000 ആണ്. അത് വിസ സിഗ്നേച്ചറിൻ്റെ ആണ്. അത് പക്ഷേ നോൺ മെയിൻ്റനൻസ് ഓഫ് ദി ചാർജ് ആണെങ്കിൽ നമുക്ക് 50 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അത് 100 രൂപ, 150 രൂപ, 200 രൂപ, 400 രൂപ വരെ പോകാനുള്ള ഫൈൻസ് ഉണ്ട്. മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ മിനിമം ബാലൻസ് വെച്ചില്ലെങ്കിൽ അതാണ് അതിൻ്റെ ചാർജിൻ്റെ പേര്. അപ്പോൾ 0 ബാലൻസ് അക്കൗണ്ട് ഒന്നും അല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം പ്രീമിയം ആണെന്ന് വെച്ചാൽ മിനിമം വരുന്നത് 10,000 ആണ്.
അപ്പോൾ അത് വെക്കാനുള്ളവർ മാത്രമേ തുടങ്ങിയാൽ മതി. പക്ഷേ ഇവരുടെ ഡെബിറ്റ് കാർഡിന് നിറച്ച ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും വോച്ചേഴ്സായിട്ട് അങ്ങനെ കുറേ ഓഫേഴ്സുകളുണ്ട്. ഞാൻ എടുക്കാൻ തന്നെയാണ് കാരണം, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഈ കാർഡ് എടുക്കാതിരുന്നില്ല. പക്ഷേ അവരുടെ ഡെബിറ്റ് കാർഡിന് നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ലോയൽ കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനും ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി പ്രത്യേകിച്ച് വേറെ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഇത് നമുക്ക് എനിക്ക് ആക്ച്വലി ഞാൻ ഇത് ഫുൾ ചെയ്തിട്ട്, പക്ഷേ ഞാൻ വീഡിയോ KYC ചെയ്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ വന്ന് ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്ത് പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ അപ്പോൾ തന്നെ വന്ന് കളക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ഈ ബാങ്കിലേക്ക് കയറാനുള്ള മൊബൈൽ ബാങ്കിങ്ങിൽ കയറാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നു, രജിസ്റ്റർ ചെയ്യാൻ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ATM കാർഡ് വന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ സംഭവം. അപ്പോൾ നിങ്ങളൊരു IDFC ബാങ്കിൻ്റെ ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രീമിയം അക്കൗണ്ട് തുടങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് IDFC ബാങ്കിൻ്റെ നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അവരുടെ സൈറ്റിൽ പോയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ IDFC അക്കൗണ്ട് ഓപ്പണിങ് കൊടുത്താൽ മതി. ഈസിയാണ്. വെറുതും പാൻ കാർഡ് ആധാർ കാർഡ് മാത്രം മതി. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Instagram Facebook ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.